ായിട്ടുള്ള വാർത്തയാണ് LDF യോഗത്തിൽ നിന്നും പുറത്തു വരുന്നത്. CPIയും RJDയും ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എങ്കിൽ പോലും മുഖ്യമന്ത്രി അത്തരത്തിലൊരു സാഹചര്യമില്ല. അന്വേഷണം നടക്കുകയാണ്, അന്വേഷിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സേഫ് ആക്കുകയാണ് ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി. അത്രമാത്രം ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും ADGPക്കെതിരെ ഒരു നിലപാടെടുക്കാൻ, അവിടെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, വളരെ നിർണായകമായിട്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി അവിടെ എടുത്തു. അതിൽ നിന്ന് വ്യക്തമാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു കവചം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമെന്ന്. ഇനി CPIയും RJDയും അവിടെ നിൽക്കട്ടെ, മറ്റ് ഘടകകക്ഷികളുടെ നിലപാട് എന്താണ് LDFൽ ഈ അജിത് കുമാറിന്റെ കാര്യത്തിൽ, ADGPയുടെ കാര്യത്തിൽ? എന്താണ് കൃത്യമായി മറ്റു കക്ഷികളുടെ അഭിപ്രായം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചത്. ആദ്യ വിവരങ്ങളാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത്. കൂടുതൽ നേതാക്കളുമായി ഈ വിഷയത്തിൽ നമുക്ക് ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മുന്നണി യോഗത്തിന്റെ ഒരു പൊതു അഭിപ്രായമായി ഇത് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും ശക്തമായി വിഷയം ഉന്നയിച്ചത് RJD ആണ്, വർഗീസ് ജോർജ് ആണ്. അതുപോലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും പുറത്തു പറഞ്ഞ നിലപാട് മുന്നണി യോഗത്തിലും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാക്കാൻ കഴിയും. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല. അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി യോഗത്തിൽ പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് പോകാമെന്ന നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെതിരെ ഉടനടി നടപടി ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ രീതിയിൽ ഘടകകക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാതെ CPIയും മുഖ്യമന്ത്രിയും, CPM എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല, മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് MR അജിത് കുമാറിനെ. CPMനും അജിത് കുമാർ നടപടി വേണമെന്ന ആവശ്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മുഖ്യമന്ത്രി അവിടെ LDFൽ വ്യക്തമാക്കിയത് അതിൽ മുഖ്യമന്ത്രി എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മാത്രമാണോ, അതോ ഒരു CPMന്റെ പ്രതികരണമായോ നിലപാടായോ അതിനെ കണക്ക് കൂട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ് സംശയം. തീർച്ചയായും ആ കാര്യമാണ് ഇനി വരേണ്ടത്. മുന്നണി കൺവീനർക്ക് പുറമെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ ഒരു നിലപാട് പരസ്യമായതിൽ MP ഗോവിന്ദൻ CP സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കാനിടയില്ല. ഇന്നലെ അദ്ദേഹം നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോഴും പറഞ്ഞത് അന്വേഷണം നടക്കുകയാണല്ലോ, അന്വേഷണം നടക്കട്ടെ എന്നാണ്. പക്ഷെ അതൊരു തന്റെ ഒരു തീർപ്പായി പറയുകയല്ല, അന്വേഷണം നടക്കുന്നു എന്നൊരു വസ്തുത പറഞ്ഞതാണെന്ന് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമായോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾ ഉന്നയിച്ച അതേ തീവ്രതയോടുകൂടിയോ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഈ വിഷയം മുന്നണി യോഗത്തിൽ സംസാരിച്ചു എന്ന കാര്യത്തിൽ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. വ്യക്തത അത് ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് CPMന്റെ നിലപാടാണോ എങ്കിൽ അതും വ്യക്തമാകണം. എന്താണെങ്കിലും അല്പസമയത്തിനകം LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ട്. അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. LDFൽ മുഖ്യമന്ത്രി എടുത്ത സംരക്ഷണ കവചം അത് ADGP MR അജിത് കുമാർ അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത് കുമാറിനെ സംരക്ഷിക്കും വിധത്തിൽ തൽക്കാലം നടപടിയില്ല, അന്വേഷണം തീരും വരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അരുൺ, ഈ RSS നേതാവിനെ കണ്ട കാര്യം അത് ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും കൂടുതൽ നിലപാടെടുക്കുന്നു എന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രി, വാദിക്കുന്ന CPM, ADGP പോലുള്ള ഉന്നത പദവിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനത്തെ അത്ര ലഘൂകരിച്ച് കാണുന്നു എന്നുള്ളതാണ് സംശയം. കാരണം ഇത് സാധാരണ പ്രവർത്തകർക്ക് പോലും സംശയം ഉണ്ടാകും. ഒരു LDF യോഗത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ നടപടി ഇല്ല എന്ന് മുഖ്യമന്ത്രി തീർത്ത് പറയുന്നില്ല. പക്ഷേ അത് അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കാമെന്ന ഒരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. കാരണം ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തെ അതുകൂടി ഉൾപ്പെടുത്താം. അതായത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ, അന്വേഷിക്കുന്ന ഉയർത്തിയ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അജിത് കുമാറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ. അതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവും MR അജിത് കുമാർ ഇത്തരത്തിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അത്തരമൊരു വിവാദമായി ഇതിപ്പോൾ മാറുന്നത്. അവിടെയാണ് ഇപ്പോൾ നടപടി ഉടനുണ്ടാകില്ലെന്ന സൂചന മുഖ്യമന്ത്രി നൽകുന്നത്. അതായത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം
നടപടി എന്ന ഒരു സൂചന മുഖ്യമന്ത്രി ഇന്നത്തെ മുന്നണി യോഗത്തിൽ മുന്നണി നേതാക്കൾക്ക് നൽകിയത്. തൽക്കാലം നടപടിയില്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നൽകിയത്. LDF യോഗത്തിന് ശേഷം ബിനോയ് വിശ്വവും ഒപ്പം RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും പ്രതികരിച്ചിരുന്നു. രണ്ടുപേരുടെയും നിലപാട് അത് വ്യക്തമാണ്. മുന്നണി യോഗത്തിൽ ഉന്നയിച്ചു, പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് അവരെ സംബന്ധിച്ച് നിരാശാജനകം. എത്രമാത്രം അത് ഒരു മുന്നണി യോഗത്തിൽ സ്വീകാര്യമായി എന്നുള്ളതൊക്കെ വരും സമയങ്ങളിൽ വ്യക്തത വരുമെന്ന് തോന്നുന്നു. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുൺ, ഈ ഒരു വലിയേട്ടൻ മനോഭാവം അവിടെ CPM എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന സംശയം എങ്കിലും ഉണ്ടാകുന്നില്ലേ ഇടതുമുന്നണി യോഗത്തിന് ശേഷമുള്ള ഈ നേതാക്കളുടെ ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ? സ്വാഭാവികമായും RJD ആണ് കഴിഞ്ഞ കുറെ നാളുകളായി പല മുന്നണി തീരുമാനങ്ങളിലും അവരുടെ അതൃപ്തി പരസ്യമായി പറയാൻ ധൈര്യം കാട്ടുന്ന ഒരു ഘടകകക്ഷി. അവർ ഇടതുമുന്നണി തെറ്റുന്നു എന്നൊക്കെ വിലയിരുത്തലുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും അവർ കടുത്ത നിലപാട് പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഇന്നും ഈ വിഷയത്തിൽ മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇത്രയധികം വിവാദമായ സംസ്ഥാന സർക്കാരിനെ ഭരണമുന്നണിയെ പ്രതിരോധത്തിലാക്കിയ ഒരു ഭരണകക്ഷി MLA യുടെ വെളിപ്പെടുത്തൽ, അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ, ADGPയുടെ വിവാദ കൂടിക്കാഴ്ച വിവരങ്ങളൊക്കെ വന്നിട്ടും അത് മുന്നണി യോഗത്തിൽ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എത്രത്തോളം ലാഘവത്തോടുകൂടിയാണ് CPM നേതൃത്വം അല്ലെങ്കിൽ മുന്നണി നേതൃത്വം ഇതിനെ കാണുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നത്. അവിടെയാണ് RJDയുടെ ഇടപെടലുണ്ടായത്. അങ്ങനെ വെറുതെ സംസാരിക്കാതെ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുന്ന വിഷയമല്ല ഇത്. സംസ്ഥാനത്തെ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം MR അജിത്കുമാറിനെതിരെ ഉയർന്ന ഈ ആരോപണം തന്നെയാണ്. അത് ചർച്ചയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ടത് RJDയുടെ നേതാവ്, RJDയുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ആണ്. തുടർന്ന് അത് ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. സ്വാഭാവികമായി അപ്പോൾ മറ്റു ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞു. ആ ഘടകകക്ഷിയുടെ അഭിപ്രായത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യം തന്നെ ആവശ്യപ്പെട്ടു എന്നത് വ്യക്തമാണ്. അത് തന്നെയാണ് അവരുടെ നിലപാട്. അവർ നേരത്തെയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. മുന്നണി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞതുമാണ്. അത് അദ്ദേഹം ഇവിടെ അദ്ദേഹം അത് നടപ്പാക്കിയിരിക്കുന്നു. മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം ഇക്കാര്യം സംസാരിച്ചു. ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറഞ്ഞത്, നിലപാട് വ്യക്തമാക്കിയത്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന LDF യോഗത്തിന് ശേഷം അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു കവചം അത് ADGPക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള യോഗ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ യോഗത്തിലെ നിലപാടുകളാണ് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാണെങ്കിലും തൽക്കാലം നടപടി വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി. ഒരിടവേള.